അസ്സലാമലൈക്കും. ഇന്നും ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വാട്ടണ്ട, കുഴക്കണ്ട, ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പത്തിരിയുടെ ടേസ്റ്റിലൊരു അപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ല വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ ആ ഒരു പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഞാനിവിടെ 2 കപ്പാണ് പത്തിരിപ്പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് തിളച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടാൻ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളമല്ല, അതേപോലെ തന്നെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്, ചൂടുവെള്ളമല്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇപ്പം മുട്ടയുടെ ടേസ്റ്റ് ഇതിനുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 കപ്പ് അരിക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 1 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി വെജിറ്റേറിയൻസ് ആണ്, മുട്ടയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല എന്നുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട ചേർക്കണ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾക്ക് മാവ് കിട്ടാൻ വേണ്ടി. അതിൽ ഇതിനേക്കാൾ കുറച്ച് ലൂസ് ആയാലും കുഴപ്പമില്ല. അത് ഇനി നിങ്ങൾക്ക് കട്ടിയുള്ള അപ്പം ഇഷ്ടം വെച്ചാൽ കട്ടിപ്പത്തിരി പോലത്തതാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കട്ടിയിലോ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ആ പാൻ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് മൂടി വെക്കാം. എന്നിട്ട് ഒരു വശം വേകുമ്പോൾ നമ്മൾക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് വെച്ചും ഇതുപോലെ തന്നെ പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ പത്തിരിയുടെ നൈസ് പത്തിരിയുടെ സെയിം ടേസ്റ്റും ആണ് ഇതിന് ഉള്ളത്. അപ്പം നൈസ് പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൊടി വാട്ടണം, കുഴക്കണം, പരത്തണം, ഇതൊന്നും വേണ്ട. നമുക്ക് ഒരു 5 മിനിറ്റ് പോലും ഇല്ലാതെ നമുക്ക് നൈസ് പത്തിരിയുടെ സെയിം ടേസ്റ്റിലുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറിയുടെ കൂടെ, ബീഫ് കറിയുടെ കൂടെ, അതുപോലെ തന്നെ മുട്ടക്കറിയുടെ ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പത്തിരിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.